ജീവമാതാ കാരുണ്യഭവൻ എന്ന ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോയവർ താമസിക്കുന്ന ഒരു അനാഥാലയത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി കേട്ടത് അവിടത്തെ അനാഥയായ ഒരു പെൺകുട്ടിയെ ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ഉദയ ഗിരിജ എന്ന സ്ത്രീ തൻ്റെ മകന് വിവാഹം കഴിച്ചു നൽകി എന്ന വാർത്തയിലൂടെയാണ്. എന്നെപ്പോലെ നിങ്ങളിൽ പലരും ജീവമാതാ കാരുണ്യ ഭവനത്തെക്കുറിച്ച് അന്നാദ്യമായി അറിഞ്ഞത് ആ വാർത്തയിലൂടെ ആയിരിക്കും. ഉദയഗിരിജ എന്ന സ്ത്രീയുടെ നല്ല മനസ്സിനെയും അവരുടെ മകൻ വിഷ്ണുവിനെയും നമ്മളിൽ പലരും അന്ന് അഭിനന്ദിച്ചു. മനസ്സുകൊണ്ട് അവർക്ക് സർവ്വമംഗളങ്ങളും നേർന്നു. പക്ഷേ കുറച്ചുകാലം കഴിഞ്ഞതോടെ അത്ര സുഖകരമല്ലാത്ത വാർത്തകളും ഉദയഗിരിജയ്ക്കെതിരെയും അവർ നടത്തിപ്പോരുന്ന ജീവമാതാ കാരുണ്യ ഭവൻ എന്ന പ്രസ്ഥാനത്തെയും ചുറ്റിപ്പറ്റി ഉടലെടുക്കാൻ തുടങ്ങി. അതിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഉദയഗിരിജയുടെ മകൻ വിഷ്ണു ജീവമാതാ കാരുണ്യ ഭവനിൽ നിന്നും കല്യാണം കഴിച്ച അനാമിക എന്ന പെൺകുട്ടി മാസം തികയുന്നതിന് മുൻപ് പ്രസവിച്ചത്. പെൺകുട്ടി മാസം തികഞ്ഞു തന്നെയാണ് പ്രസവിച്ചതെന്നും വിവാഹത്തിന് മുൻപേ അവൾ ഗർഭിണിയായിരുന്നു എന്ന വാദവും ഇതോടെ ശക്തമായി. ഈ വാർത്തയുടെ സത്യാവസ്ഥയെക്കുറിച്ച് ഉദയഗിരിജയോ അവരുടെ മകനോ വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ കമ്മീഷനും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ അനാമിക എന്ന പെൺകുട്ടി 18 വയസ്സിന് മുൻപേ ഗർഭിണിയാണെന്ന് വ്യക്തമായി.